രാവിലെ എണീക്കുമ്പോൾ എനിക്ക് പലതരം ചിന്തകളാണ്. സന്യസിച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ ബോധത്തിലേക്ക് വരുമ്പോൾ തീരുമാനിക്കും വേണ്ട, ചോറും കൂട്ടാനും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ദേ രാവിലെ 6 മണിക്ക് അലാറം അടിച്ചു ഒറ്റ മൈൻഡ് ചാടി എഴുന്നേൽക്കും. അത് ഞാൻ ഇന്നലെ തീരുമാനിച്ചതായിരുന്നു, ഒറ്റ അലാം ചാടി എഴുന്നേൽക്കാം. വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു റൂട്ടീൻ സെറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം. കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷേ എവിടെ എത്തുന്നില്ല എന്നൊരു ചിന്ത. അതുകൊണ്ട് റൂട്ടീൻ സെറ്റ് ചെയ്യാഞ്ഞിട്ടാണ് എന്നൊരു തോന്നൽ. മുടിയൊക്കെ മാടി ഒതുക്കി രാവിലത്തെ പരിപാടിയിലേക്ക് കിടന്നിരിക്കുകയാണ് കേട്ടോ. കടലുപ്പേരി ഉണ്ടാക്കാനാണ്. കൂട്ടാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മോരൊഴിച്ച് കൂട്ടാനാണ്. അപ്പോൾ കടലുപ്പേരി ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് ഞാൻ ദേ അടുപ്പത്തേക്ക് വെക്കുകയാണ്. ചോറ് ഇന്നലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് വീണ്ടും റൈസ് കുക്കറിൽ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പേരി നമ്മളിതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പാലും എത്തിയിട്ടുണ്ടായിരുന്നു, സൂര്യചേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാല് കാച്ചാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന തിരക്കിലാണ് സൂര്യചേട്ടൻ. ഈ പാല് കാച്ചി കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ആറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാച്ചിയ പാൽ ഉടനെ തന്നെ ഇങ്ങനെ നല്ലോണം ആറ്റി വയ്ക്കും. ഇപ്പോൾ ജുഗുനൂന് കൊടുക്കാനാണെങ്കിലും അത് നല്ലതാണ്. പിന്നെ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാനോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പാട കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പാട കളയാന്നുള്ളത് ഒരു ഉപകാരമില്ലാത്ത പരിപാടിയാണല്ലോ. അപ്പം ഇങ്ങനെ ആറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലത്. ഇത് അമ്മയ്ക്ക് വേണ്ടി മുട്ടത്തൊണ്ട് എടുത്ത് വെക്കുന്ന പരിപാടിയാണ് കേട്ടോ. മുട്ടത്തൊണ്ട്, ചായച്ചണ്ടി, ഉള്ളിത്തോലി ഇതൊക്കെ അമ്മ ഇവിടുന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് ചെടിക്കിടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതേ ചായ ഉണ്ടാക്കി ഒരു സിപ്പ് കുടിക്കുമ്പോൾ ഇന്നത്തെ ദിവസം കൃതാർത്ഥമാവും. അത് കഴിഞ്ഞ് ഞാനതേ ഉപ്പേരിയുടെ പരിപാടികൾ ഞാൻ തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിങ്ങനെ ഇടയിൽ പരിപാടികൾ നടക്കും, ഇടയ്ക്ക് ചായ കുടിക്കും, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാത്രിയിലേക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് മാവ് അരച്ച് വെക്കാൻ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരച്ച് വെക്കുകയാണ്. പിന്നെ നമ്മുടെ ആശാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. രാവിലെ ഒന്ന് ഇത്തിരി നേരം TV കണ്ടിട്ട് വേണം അവന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം മിക്ക ദിവസങ്ങളിലും നമ്മൾ കൊണ്ടാക്കുകയാണ്. അവന് ചെറിയ രീതിയിലൊരു മോഷൻ സിക്നസ് ഉണ്ടോയെന്ന് സംശയം വണ്ടിയിൽ പോകുമ്പം. അപ്പോൾ നമ്മൾ കൊണ്ടാക്കുകയാണ് കേട്ടോ മിക്ക ദിവസങ്ങളിലും. അപ്പോൾ അവനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്മൂത്തിയാണ് കേട്ടോ. ഞാൻ സ്ഥിരമായി പണ്ട് കാലങ്ങളിൽ ഷെയർ ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പം നമ്മൾ കഴിക്കുന്ന സ്മൂത്തി. അപ്പോൾ അതൊക്കെ റെഡിയായി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു, സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.